കടത്തുകാരനെ മർദ്ദിച്ചതിനെ തുടർന്ന് വള്ളങ്ങൾ പണിമുടക്കി. ഇതേ തുടർന്ന് തുരുത്തുകളിൽ നിന്നും പുറം ലോകത്തേക്ക് എത്താൻ കഴിയാതെ പ്രദേശവാസികൾ. ശക്തികുളങ്ങരയിലാണ് സംഭവം. സെന്റ് ജോർജ് ഐലൻഡിലെ കടത്തുകാരനായ ജോയി സേവ്യർക്കാണ് മർദ്ദനമേറ്റത്. ജോസഫ് ഐലൻഡിലെ ബിജോ ജോസാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവന്റെ കേസൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾക്ക് പഠിക്കാൻ പോകണം, ഞങ്ങൾക്ക് അക്കരെ ഇറങ്ങണം, ഞങ്ങൾക്ക് വേറെ വഴി. ഞങ്ങൾക്ക് സ്വന്തമാണ് വള്ളവും. അതുകൊണ്ട് വള്ളത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കും. ഞങ്ങൾക്ക് അവന്റെ കാര്യത്തിൽ ഒരു നടപടി ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ജോസഫ് ഐലൻഡിലുള്ള ബിജോ ജോസിന് സഹോദരി കൊടുത്തുവിട്ട ഭക്ഷണം കടയിൽ വെച്ച് മടങ്ങിയതാണ് തർക്കത്തിലും മർദ്ദനത്തിലും കലാശിച്ചത്. സെന്റ് ജോർജ് ഐലൻഡിലെ കടത്തുകാരനായ ജോസ് ഭവനത്തിൽ ജോയി സേവ്യരുടെ കയ്യിലാണ് ഭക്ഷണം കൊടുത്തുവിട്ടത്. ജോസഫ് ഐലൻഡിലെ ബിജോ ജോസിനെ കാണാതിരുന്നതിനാൽ ജോയി ഭക്ഷണം കടയിൽ വെച്ച് മടങ്ങി. ഇത് ഇഷ്ടപ്പെടാതിരുന്ന ബിജോ ജോസ് ജോയിയെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഇരുമ്പ് പൈപ്പ് കൊണ്ട് ക്രൂരമായാണ് മർദ്ദിച്ചത്. ഈ സഹോദരി അവന് കഴിക്കാനുള്ള ആഹാരം എൻ്റെ തന്നപ്പോൾ ഞാൻ പറഞ്ഞ് കൊച്ചെ എനിക്ക് മേപ്പോട്ട് കയറാൻ പറ്റത്തില്ല, അതിൻ്റെ തലേന്ന് ഞാനിവിടെ മറിഞ്ഞു വീണ് എൻ്റെ കാല് പൊട്ടിയിരുന്നതാണ്. അന്നേരം ആ കൊച്ചു പറഞ്ഞ് അച്ചാച്ചൻ മേപ്പോട്ട് കയറണ്ട, ആഹാരം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി, വിളിച്ച് പറയാം എന്ന് പറഞ്ഞു. ആ കൊച്ചു ചേർത്ത് വിളിച്ച് ഞാൻ വള്ളം കൊണ്ട് അടുപ്പിച്ച് ഇപ്പം അവനില്ല അവിടെ. അന്നേരം ആ കൊച്ച് ഇപ്പുറം നിന്നുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചാച്ച അവിടെ താത്ത് വെച്ചിട്ട് അച്ചാച്ചൻ പോരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ താത്ത് വെച്ചിട്ട് വള്ളം അങ്ങോട്ട് തിരിച്ചപ്പം അവനും അവൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു ലെവലും ഇല്ല വന്നും കൊണ്ട് പുളിച്ച തെറിയാണ് വിളിച്ചത്. പട്ടിക്ക് കൊടുക്കുന്നവർക്കാണ് ആഹാരം കൊണ്ട് വെക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ആദ്യം അവിടെ കിടന്ന സാധനങ്ങളെടുത്ത് തന്നെ എറിഞ്ഞ്. അങ്ങനെ ആ പെണ്ണിപ്പുറം നിന്നിട്ട് പറഞ്ഞു അച്ചാഞ്ഞ് പോരെന്ന് പറഞ്ഞു. ഞാൻ പോരുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്ത് സെൻറ്റ് തോമസ് ഐലൻഡിൽ നിന്ന് ആളെയും കയറ്റി പുറത്തോട്ട് വന്നപ്പം ഈ കറവ് നിന്നുകൊണ്ട് അവൻ കൈയായിട്ട് വിളിച്ച് ഞാൻ അന്നേരം അവൻ്റെ കയ്യിൽ ആയതൊന്നും കണ്ടില്ല. വള്ളം അങ്ങനെ അടുത്ത് ചെന്നപ്പോൾ തന്നെ അവിടെ താത്തു വെച്ചിരുന്ന കപ്പായി ഇരുമ്പ് വമ്പി വെറുതെ എൻ്റെ പുറത്തടിച്ചത്. ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകി. കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് തുരുത്തുകളിലേക്കുള്ള 4 കടത്തുവള്ളങ്ങൾ പണിമുടക്കിയത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനും ബിബിനാണ് പേര്, ബിബിൻ, അവനും ഞാനും കൂടെ സ്റ്റേഷനിൽ ചെന്ന് ഇതെല്ലാം കാണിച്ച് അവർ പറഞ്ഞ് അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് ഡിസ്ട്രിക്റ്റിൽ പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് എക്സ്റേ ഒക്കെ എടുത്ത് അവിടുത്തെ ഡോക്ടറെ കുറിപ്പും മേടിച്ച് വീണ്ടും അപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയും വന്നു. ഞങ്ങൾ 3 പേരോട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് നിങ്ങളങ്ങോട്ട് പോയിക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. 8 മണി അരിപ്പിച്ച് ആവുന്നത് വരെ ഞങ്ങൾ അവിടെ കാത്തു നിന്ന് കിടന്നു. ഒരു പോലീസുകാരും വന്നില്ല. ഒരു പോലീസുകാർ 8 മണി വരെ കാത്തു നിന്നിട്ട് വന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഇനി പോരുന്നു. പിറ്റേന്ന് രാവിലെയും ചെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ജീപ്പ് വേറെ ഓട്ടത്തിന് പോയിരിക്കുക, ഞങ്ങൾ ടാക്സി അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞായറാഴ്ചയും വന്നില്ല. ഇതിനാൽ തുരുത്തുകളിലുള്ളവർക്ക് പുറം ലോകവുമായി ബന്ധമില്ലാതായി. വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകാൻ കഴിഞ്ഞില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. 5 ദിവസമായി സംഭവം നടന്നിട്ട് ഇതുവരെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങൾ സ്കൂളിൽ വിടാനായിട്ട് പിള്ളേരുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പം സ്വകാര്യ വള്ളം ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ഇപ്പം ഈ വള്ളത്തെ ആശ്രയിച്ചാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം ഈ 5 ദിവസമായിട്ട് ഈ സംഭവം നടന്നിട്ടും ഇതുവരെ ഒരു പരാതി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ പിള്ളേരുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൗൺസിലർ ദീപുവിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലെത്തി. കടത്തുകാരനെ മർദ്ദിച്ചയാളെ പിടികൂടണമെന്നും കടത്ത് പുനരാരംഭിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ സെന്റ് ജോർജ് ഐലൻഡ്, തോമസ് ഐലൻഡും 2 തുരുത്ത് നിവാസികളാണ്. ഞങ്ങളുടെ തുരുത്തിൽ 120ഓളം കുട്ടികളും 300ഓളം കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. ഈ 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത് 4 PWDയുടെ കടത്തുവള്ളത്തെ ആശ്രയിച്ചാണ്. ഈ 4 PWDയുടെയും കടത്തുവള്ളത്തിനകത്തു നിന്ന് 4 തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിൽ ഒരു തൊഴിലാളിനെ ഒരുത്തം വന്നെടുത്തിട്ട് അടിച്ചു. അവൻ്റെ പേര് വിജോയ് എന്നാണ്. അവൻ ഇതിനു മുമ്പും കടത്തിറക്കുന്നവരുടെ നേരെ ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അവൻ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അയാളെ അടിച്ചത് കൊണ്ട് അവർ 4 പേരും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. 5 ദിവസമായിട്ട് ഞങ്ങളുടെ 2 തുരുത്തിലും കടത്തുവള്ളവുമില്ല. ഈ ഓണ ലീവ് കഴിഞ്ഞ് പിള്ളേർക്കാണെങ്കിലും അവിടെ താമസിക്കുന്നവർക്കാണെങ്കിലും ഈ വള്ളത്തിനെ ആശ്രയിച്ച് ജോലിക്ക് പോകുന്നവർ വരെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ 4 വള്ളവും സ്ട്രൈക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യവും നടക്കുന്നില്ല. അവനെ കിട്ടാതെ അവർ ജോലിക്ക് കയറത്തില്ലെന്നാണ് ഈ 4 പേരും പറയുന്നത്. അപ്പം അവനെ കിട്ടിയെങ്കിലേ അവർ ജോലിക്ക് കയറത്തോളൂ. ഇപ്പം ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുമാണ് വഴിയാധാരമായിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ വള്ളത്തെ ആശ്രയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പം അതുകൊണ്ട് അവനെ ഒന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കടത്തുവള്ളം ഇറക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ കടത്ത് പുനരാരംഭിക്കുമെന്ന് കൗൺസിലറും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും അറിയിച്ചു.
ഇതേസമയം കടത്തുകാരനെ മർദ്ദിച്ചയാളെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.